നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞാണിയിൽ സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ചരിത്ര പ്രൊജക്ട് അവതരണം. വാടാനപ്പള്ളിയിൽ ഞങ്ങളും കൃഷിയിലേക്ക് പഞ്ചായത്ത് തല വനിതാ കാർഷിക പദ്ധതിക്ക് തുടക്കമായി. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ പഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുന്ന അനന്യസമേതം പരിപാടിയുടെ മണലൂർ ഗ്രാമപഞ്ചായത്തിലെ ഏകദിന ക്യാമ്പ് സെന്റ് ഇഗ്നേഷ്യസ് UP സ്കൂളിൽ നടന്നു. പെൺകുട്ടികളും ട്രാൻസ്ജെൻഡർ വിഭാഗവും സമൂഹത്തിൽ നേരിടുന്ന നിരവധി സവിശേഷ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട ബോധവൽക്കരണ ക്യാമ്പിൽ സെന്റ് ഇഗ്നേഷ്യസ് UP സ്കൂൾ, കണ്ടശാങ്കടവ് SH ഓഫ് മേരീസ്, PJM ഹൈസ്കൂൾ എന്നീ സ്കൂളുകളിലെ 50ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. രാവിലെ ആരംഭിച്ച ഏകദിന ക്യാമ്പ് വൈകിട്ട് സമാപിച്ചു. ക്യാമ്പിൽ HM ആനി ടീച്ചർ സ്വാഗതം ആശംസിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന കർമ്മം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. യോഗത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും സമ്മാനവും വിതരണം ചെയ്തു. അനന്യ സമേതം കോർഡിനേറ്റർ റിൻസി റാഫേൽ പദ്ധതി വിശദീകരണം നടത്തി. റിസോഴ്സ് പേഴ്സൺ നിഷ ജയതിലകൻ ക്ലാസ് നയിച്ചു. BRC ട്രെയിനർ സീമാജി നായർ, സെന്റ് ഇഗ്നേഷ്യസ് സ്കൂൾ PTA പ്രസിഡന്റ് റിനി റെജി, MPTA പ്രസിഡന്റ് നൈമ സത്യൻ, ഫസ്റ്റ് അസിസ്റ്റന്റ് ബെറ്റി ടീച്ചർ, സിസി ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു. PJM LP സ്കൂൾ ഹെഡ്മാസ്റ്ററും ഇംപ്ലിമെന്റിംഗ് ഓഫീസറുമായ അജിത് കുമാർ നന്ദിയും പറഞ്ഞു. ജൂൺ മാസം സ്കൂൾ തുടങ്ങി കഴിഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ മാസം അല്ലെങ്കിൽ നവംബർ മാസം വരുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു പരിശ്രമത്തെയും കൂടുതൽ തരത്തിലേക്ക് ഈ പദ്ധതികൾ നമുക്ക് അടുത്ത പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് പറഞ്ഞ് നമുക്ക് വിഭാവനം ചെയ്യണം. ഇതിപ്പോൾ പെട്ടെന്ന് ചെയ്തു പോകുന്ന ഒരു പദ്ധതി പോലെയായിട്ട് വരുന്നു. അങ്ങനെയുള്ള പദ്ധതി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ മറ്റേ ടീച്ചർ അല്ലെങ്കിൽ സാഗത വാസിംഗർ സൂചിപ്പിച്ചു. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് ആയിരുന്നു. അതായത് നമ്മുടെ സമീപ പ്രദേശത്തിന് അറിയാനുള്ള ജില്ലയിലെ സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ചരിത്രാന്വേഷണ യാത്രകൾ എന്ന പ്രൊജക്ട് മണലൂർ ഗ്രാമപഞ്ചായത്തിലെ UP HS HSS വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ പ്രാദേശിക ചരിത്രവും വിദ്യാലയ ചരിത്രവും എന്ന പ്രൊജക്ട് അവതരണം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി കണ്ടശാങ്കട സ്കൂളിൽ നടത്തി. PTA പ്രസിഡന്റ് CA മുരളിയുടെ അധ്യക്ഷതയിൽ നടത്തിയ പരിപാടിയിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കാര്യനിർവഹണ ഓഫീസർ PK അജിത് കുമാർ, സ്കൂൾ പ്രധാനാധ്യാപിക ബീന K മേനോൻ, വാർഡ് മെമ്പർ കവിത രാമചന്ദ്രൻ, ഷീല ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിജയികളായ വിദ്യാർത്ഥികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനദാനം നിർവഹിച്ചു. പ്രിൻസിപ്പാൾ അബീദ ടീച്ചർ സംസാരിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്തിൽ സംരംഭകർക്കുള്ള ലോൺ ലൈസൻസ് സബ്സിഡി മേള നടത്തി. കേരള സർക്കാരിന്റെ സംരംഭക വർഷം 2.0 അനുബന്ധിച്ച് വ്യവസായ വാണിജ്യ വികസന വകുപ്പും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തും സംയോജിതമായി സംരംഭകർക്കുള്ള ലോൺ ലൈസൻസ് സബ്സിഡി മേള നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ നവ്യ മനോജ് നന്ദിയും പറഞ്ഞു. ഭരണസമിതി അംഗങ്ങളും ബാങ്ക് ഉദ്യോഗസ്ഥരും പഞ്ചായത്തിലെ സംരംഭകരും പങ്കെടുത്തു. തുടർന്ന് ബാങ്ക് അനുവദിച്ച വിവിധ സംരംഭക ലോണുകൾ ബ്ലോക്ക് പ്രസിഡന്റ് സംരംഭകർക്ക് കൈമാറി. വിവിധ ലൈസൻസുകൾ വിതരണം ചെയ്തു. ലോൺ സബ്സിഡി ആപ്ലിക്കേഷനുകൾ സ്വീകരിച്ചു. മേളയോടനുബന്ധിച്ച് സംരംഭകർക്കായി ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ചുള്ള ഒരു ക്ലാസും സംഘടിപ്പിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2023-24 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും സഹായോപകരണ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും പരിപാലനത്തിനായി പരിശോധന നടത്തി. ആവശ്യമായ ഹിയറിംഗ് എയ്ഡ്, വീൽചെയർ, വാക്ക്, ഓർത്തോ ഉപകരണങ്ങൾ, ഓട്ടിസം കുട്ടികൾക്ക് ലേണിംഗ് മെറ്റീരിയൽസ് എന്നിവ വിതരണം ചെയ്യുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം.
വയോജനങ്ങൾക്കായി 4,20,000 രൂപയും ഭിന്നശേഷിക്കാർക്കായി 2,50,000 രൂപയുമാണ് പദ്ധതി വിഹിതമായി വിനിയോഗിക്കുന്നത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കലക് ടീച്ചർ, വാർഡ് മെമ്പർമാരായ IS അനിൽകുമാർ, ഷാജി ആലുങ്ങൽ, വിനയ പ്രസാദ്, സുമന ജോഷി, ഭിന്നി അറക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഹനീഷ് കുമാർ, ഡോക്ടർ നീന TV, ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ KS എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഓഡിയോളജിസ്റ്റുമാരായ ഡിഫിയ, അഖിൽ, P&O ടെക്നീഷ്യന്മാരായ അരുൺ, അനന്തു, സോഷ്യൽ വർക്കർ ശ്രീജ, അംഗനവാടി അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ICDS സൂപ്പർവൈസർ സിനി KS ചടങ്ങിൽ നന്ദി പറഞ്ഞു. പ്രൈവറ്റായിട്ടൊക്കെ പല സ്ഥാപനങ്ങളിൽ പോയി പല ടെസ്റ്റുകളും നടത്തിയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളോട് പല ഉപകരണങ്ങൾ വാങ്ങാനായിട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. ഇത്തരത്തിൽ പക്ഷേ അത് വാങ്ങാൻ ചെല്ലുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പലപ്പോഴും അതിപ്പോൾ കേൾവിശക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നടക്കാനുള്ള ഒരു വാക്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീൽ ചെയർ ആയിക്കോട്ടെ, അത് വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മൂലം പലപ്പോഴും നിങ്ങൾ ആ പദ്ധതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥ നമ്മൾക്ക് എല്ലാവർക്കും വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എനിക്ക് വയോജനങ്ങൾ എന്ന് പറയാനൊന്നും ആരെയും തോന്നുന്നില്ല. കാരണം വയോജനങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ ഒരു വാക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും ആർക്കും ഇഷ്ടമല്ല. കാരണം എല്ലാവരും എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരേക്കാൾ വളരെ ആക്റ്റീവായി, വളരെ ഭംഗിയോടുകൂടി പൊതു പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായി നിൽക്കുന്ന ആളുകൾ പ്രായമായിട്ടുള്ള ആളുകൾ തന്നെയാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയുടെ ഭാഗമായി 175 കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് ഇടവിള കൃഷിക്ക് ആവശ്യമായ ചേമ്പ്, ചേന, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ വിത്തുകൾ വിതരണം ചെയ്തു. നാട്ടിക കൃഷിഭവനിൽ നടന്ന വിതരണം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ശുഭ, കുടുംബശ്രീ ചെയർപേഴ്സൺ കമലം ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK ധർമ്മപാലൻ, മെമ്പർമാരായ സുരേഷ് യാനി, CS മണികണ്ഠൻ, രാഷ്ട്രീയ പ്രതിനിധികളായ KB ഹംസ, AN സിദ്ധപ്രസാദ്, K കബീർ, പ്രതാപൻ തട്ടാര പുരയ്ക്കൽ, ദയാനന്ദൻ എന്നിവർ സംസാരിച്ചു. എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ 175 ഗ്രൂപ്പുകൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 2000-ന് മേലെ ആളുകൾക്ക് അത് കയ്യിലെത്തും, 2000-ന് താഴെ ആളുകൾക്ക് അത് കയ്യിലെത്തും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഒരു ഗുണഭോക്തഫലം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വ്യക്തികൾക്ക് കൊടുക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ആളുകൾ ഇത് അറിയണില്ല, പിന്നെ അവർക്കത് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇടവിള കൃഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ചേനൊക്കെ നടുമ്പോൾ നട്ടു കഴിഞ്ഞാൽ തന്നെ അത് സൂര്യപ്രകാശം തട്ടാത്ത രീതിയിൽ മുകളിൽ പുല്ലും. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. 34,72,00,000 രൂപ വരവും 34,16,00,000 രൂപ ചെലവും 56,00,000 രൂപ മിച്ചവും വരുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് CM നിസാർ അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കും മൃഗസംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന ബജറ്റിൽ പട്ടികജാതി ക്ഷേമം, വനിതാ ശാക്തീകരണം, അടിസ്ഥാന സൗകര്യ വികസനം, ഊർജ്ജ സംരക്ഷണം, ഭിന്നശേഷി ക്ഷേമം, വയോജന ക്ഷേമം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് പ്രത്യേക പരിഗണനയും നൽകിയിട്ടുണ്ട്. പൊതുവ്യവസായ കേന്ദ്രമൊരുക്കൽ, വാടാനപ്പള്ളിയെ വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്താക്കി മാറ്റൽ, വാടാനപ്പള്ളിയിലെ തനത് ഉൽപ്പന്നങ്ങൾക്ക് വാടാനപ്പള്ളി ബ്രാൻഡ് കൊണ്ടുവരൽ, വാടാനപ്പള്ളി ബസ് ബേ ഉടൻ പൂർത്തിയാക്കൽ, മുഴുവൻ അംഗനവാടികളിലും ചായം മോഡൽ ആക്കൽ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രന്യ ബിനേഷ്, സബിത് AS, സുലേഖ ജമാലു, വാർഡ് മെമ്പർമാരായ സരിത ഗണേഷ്, AT ഷെബീർ അലി, മഞ്ജു പ്രേംലാൽ, KS ധനീഷ്, ശ്രീഖല ദേവാനന്ദ്, സന്തോഷ് പണിക്കശ്ശേരി, സുജിത് MS, ആശ ടീച്ചർ, ഷൈജ ഉദയകുമാർ, ശ്രീജിത്ത് KB, നൌഫുൽ വലിയകത്ത, രേഖ അശോകൻ എന്നിവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു. ബജറ്റ് വിശദീകരണം സെക്രട്ടറി തോമസ് AL നിർവഹിച്ചു. ഹെഡ് അക്കൗണ്ടന്റ് വിജയ് ഫിലിപ്പ്, മറ്റു നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും. വിവിധ ദേശക്കാരുടെ കാവടി എഴുന്നള്ളിപ്പുകളും നടക്കും. വെള്ളിയാഴ്ച രാവിലെ മുതൽ ഗണപതി ഹോമം, വിശേഷൽ പൂജ എന്നിവ നടക്കും. ഉച്ചതിരിഞ്ഞ് 3:15 മുതൽ കാവടി അഭിഷേകം, സന്ധ്യയ്ക്ക് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല എന്നിവയും നടത്തും. പൂജാ ചടങ്ങുകൾക്ക് സമാജം ക്ഷേത്രം മേൽശാന്തി CJIT മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് പ്രസിഡന്റ് TV സുഖത്താൻ, ജനറൽ സെക്രട്ടറി സുധാകരൻ, ട്രഷറർ സുരേഷ് ബാബു എന്നിവർ അറിയിച്ചു. ഇടവേള. കാൽ നൂറ്റാണ്ടായി കേബിൾ TV രംഗത്ത് കേരളക്കരയിൽ നിറസാന്നിധ്യമായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14ാം തൃശൂർ ജില്ലാ സമ്മേളനം
ഫെബ്രുവരി 8-9 തീയതികളിൽ ചാലക്കുടിയിൽ. ഫെബ്രുവരി 8 പ്രതിനിധി സമ്മേളനം VA വർഗീസ് നഗർ, ചാലക്കുടി ടൗൺ ഹാൾ. ഫെബ്രുവരി 9 പൊതുസമ്മേളനം TV വിനോദ് കുമാർ നഗർ, ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ട്. മന്ത്രിമാർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, COA, ജില്ലാ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14 തൃശൂർ ജില്ലാ സമ്മേളനം. പങ്കെടുക്കുക, വിജയിപ്പിക്കുക. COA എന്നും ജനങ്ങൾക്കൊപ്പം. ചേട്ടനെവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി, പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിക്ക് തുടക്കമായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് പച്ചക്കറി വികസനം വനിതാ പദ്ധതിയുടെ വാടനപ്പള്ളി പഞ്ചായത്ത് തല ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ ബിനീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു, വാർഡ് മെമ്പർമാർ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് ഞങ്ങളും കൃഷിയിലേക്ക് പച്ചക്കറി വികസനം വനിതാ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ വനിതാ കർഷകർക്ക് വിവിധയിനം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ഒരു കൊല്ലം നമുക്ക് കഴിയാം, അല്ലെങ്കിൽ 2 കൊല്ലം കഴിയാമെങ്കിൽ ആ രീതിയിലേക്ക് ഇതിന്റെ ചെലവും കൂടിയും അധ്വാനം പാലങ്ങൾ ഇതൊക്കെ വിൽക്കാൻ പറയും. സ്വന്തം പുസ്തകം വിറ്റ് കിട്ടുന്ന പണത്തിന്റെ പകുതി ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകുന്നതിനുള്ള മാതൃകാ പ്രവർത്തനവുമായി 75-കാരിയായ റീത്ത ടീച്ചർ. കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് പ്രിൻസിപ്പളും എറവ സ്വദേശിനിയുമായ റീത്ത ആൻഡ്രൂസ് മാളിയേക്കൽ സ്വന്തം ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ സിന്ദൂര സ്മരണകൾ എന്ന പുസ്തകം വിറ്റുകിട്ടുന്ന പണം കേരളത്തിലും ആഫ്രിക്കയിലെ മെഡഗാസ്കറിലുമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നത്. എറവ കപ്പൽപ്പള്ളി സെയിന്റ് അൽഫോൻസ ഹാളിൽ കോയമ്പത്തൂർ പ്രേക്ഷിത പ്രൊവിൻസ്
പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ സാജു ചക്കാലക്കൽ പുസ്തകം പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ ഷാജി മാലിപ്പാറ, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ, കോയമ്പത്തൂർ ജയറാണി വൈസ് പ്രൊവിൻസ് വികാരി പ്രൊവിൻഷ്യൽ സിസ്റ്റർ റോസ് മേരി എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി. ഫാദർ JB പുത്തൂർ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ റീത്ത ആൻഡ്രൂസ് മാളിയേക്കലിനെ പൊന്നാടയണിയിച്ചു ഉപഹാരവും നൽകി ആദരിച്ചു. പെരിങ്ങോട്ടുകര പള്ളി വികാരി ഫാദർ ഡോക്ടർ ജോൺ മൂലൻ, കപ്പൽപ്പള്ളി വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ, തൃശൂർ ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര, കോയമ്പത്തൂർ ജയറാണി പ്രൊവിൻഷ്യൽ സിസ്റ്റർ സായുജ്യ, മദർ സിസ്റ്റർ പാട്രിക്, TL വിൻസെന്റ്, പഞ്ചായത്ത് അംഗം CP പോൾ എന്നിവർ പ്രസംഗിച്ചു. പാലക്കാട് പാലന ആശുപത്രി ഡയറക്ടർ ഫാദർ വാൾട്ടർ തേലപ്പിള്ളി, പാടുംപാതിരി ഫാദർ പോൾ പൂവത്തിങ്കൽ, ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ എന്നിവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോളി ആൻഡ്രൂസ് മാളിയേക്കൽ സ്വാഗതവും, തൃശൂർ സെയിൻറ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സിസ്റ്റർ ഡോക്ടർ ജൂലിയ നന്ദിയും പറഞ്ഞു. എൽവിൻ, ജോ എന്നിവർ ഗാനാർച്ചന നടത്തി. മണലൂരിൽ കേബിൾ നെറ്റ്വർക്കിന്റെ കേബിളുകൾ അഗ്നിക്കിരയാക്കിയ നിലയിൽ കണ്ടെത്തി. കമ്പനിപ്പടിയിൽ സത്രം ശിവക്ഷേത്രത്തിന് പിറകുവശം ഷാജിയുടെ ഉടമസ്ഥതയുള്ള വേൾഡ് കേബിൾ നെറ്റ്വർക്കിന്റെ കേബിളുകളാണ് കത്തിച്ച നിലയിൽ കാണപ്പെട്ടത്. KCB ലൈറ്റിനും കേടുവരുത്തിയിട്ടുണ്ട്. കുപ്പികളും സമീപം തകർത്തിട്ടുണ്ട്. അടുത്ത കാലത്തായി ഇത് രണ്ടാമത് തവണയാണ് മേഖലയിൽ കേബിളുകൾ നശിപ്പിക്കപ്പെടുന്നതെന്ന് പറയുന്നു. 25,000-ഓളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 524-ാം തിരുനാൾ സമാപിച്ചു. തിരുനാൾ ദിവസമായ ബുധനാഴ്ച രാവിലെ നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പോൾ പൂവത്തിങ്കൽ മുഖ്യ കാർമ്മികനായി. ഫാദർ ജോബ് പടയാട്ടിൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ആൻഡ്രൂ അക്കര സഹകാർമ്മികനായി. വൈകിട്ട് നടന്ന പ്രദക്ഷിണത്തിന് വികാരി ഫാദർ ബാബു അപ്പാട മുഖ്യ കാർമ്മികനായി. തുടർന്ന് വർണ്ണമഴയും ഉണ്ടായിരുന്നു. കൈക്കാരന്മാരായ ഷാജി ചാലിശ്ശേരി, ANG ജെയ്ക്കോഫ്, ഫിന്നി ഫ്രാൻസിസ്, കുടുംബ കൂട്ടായ്മ കൺവീനർ ജെയിംസ് എഴുവത്തിങ്കാൾ, കുടുംബ കൂട്ടായ്മ ഭക്തസംഘടന ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 4 ഞായറാഴ്ച തിരുനാളിന്റെ 8ാം ഇടം ആചരിക്കും. KSTA പതാക ദിനാചരണം നടത്തി. മതനിരപേക്ഷ വിദ്യാഭ്യാസം ബഹുസ്വര ഇന്ത്യ വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി കണ്ണൂരിൽ ഏപ്രിൽ 7 മുതൽ 10 വരെ നടക്കുന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ വലപ്പാട് ഉപജില്ലയിൽ ഫെബ്രുവരി 1 പതാക ദിനമായി ആചരിച്ചു. വലപ്പാട് ഉപജില്ലയിൽ ഏങ്ങണ്ടിയൂർ ബ്രാഞ്ചിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PB സജീവൻ ചേറ്റുവായിലും KH സിന്ധു തിരുമംഗലം UP സ്കൂൾ പരിസരത്തും പതാക ഉയർത്തി. വാടാനപ്പള്ളി ബ്രാഞ്ചിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പരിസരത്ത് ഷാരിക സജീവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിനോയ് T മോഹൻ തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പതാക ഉയർത്തി.
ടി വിനോദിനി വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും MD ദിനകരൻ കൈപ്പമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും TV ചിത്രകുമാർ HSS ചന്ദ്രാപിനിയിലും ഉപജില്ലാ സെക്രട്ടറി TV വിനോദ് പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലും പതാക ഉയർത്തി. വിവിധ യൂണിറ്റ് തലങ്ങളിലും പതാക ദിനാചരണം നടത്തി. തളിക്കുളം കൈതക്കൽ തൊഴുത്തുംപറമ്പിൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ടുത്സവം ആഘോഷിച്ചു. രാവിലെ മുതൽ പള്ളി ഉണർത്തൽ, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, പഞ്ചവാദ്യം എന്നിവ നടന്നു. വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, വർണ്ണമഴ, രാത്രി അത്താഴപൂജ, ഇരട്ടത്തായമ്പക, ഗുരുതി തർപ്പണം, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. താന്ത്രിക പൂജാ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി, ക്ഷേത്രം ശാന്തി ചേരിമല ബൈജു എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ TK ഷൺമുഖൻ, TU സുഭാഷ് ചന്ദ്രൻ, സെക്രട്ടറി TG ബാബു, TR സുരേഷ്, TV രാമദാസ്, പ്രഹ്ലാദൻ, TR രാജൻ, TS പ്രേമൻ, മുകുന്ദൻ, മോഹനൻ, ദിലീപ്, ജ്യോതിഷ്, ധർമ്മരാജ് എന്നിവർ നേതൃത്വം നൽകി. ദേവാനന്ദ മേളത്തിന് ദയാനന്ദനും, കളമെഴുത്തുപാട്ടിന് താന്യം കണ്ണൻ രംഗനും, നാദസ്വരത്തിന് ഗോപിയും നേതൃത്വം നൽകി. നിരവധി ഭക്തർ പങ്കെടുത്തു. തളിക്കുളം എറിഞ്ഞെഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ മുതൽ ഗണപതി ഹോമം, ചതുശുദ്ധി ധാര, പഞ്ചഗവ്യം, പഞ്ചകം, പഞ്ചവിംശതി കലശം എന്നിവ നടന്നു. തുടർന്ന് ക്ഷേത്രം തന്ത്രി CB പ്രകാശൻ ശാന്തി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി CS ധനേഷ്, ശാന്തിമാരായ സഞ്ജയ്, സലീഷ്, പ്രതീഷ്, ജയപ്രകാശൻ CS തുടങ്ങിയവർ സഹകാർമ്മികരായി. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് AR ജോഷ്, സെക്രട്ടറി EVS സ്മിത്ത്, ട്രഷറർ EV ഷെറി, S ഷൈജു, പ്രിൻസ്, മദൻ എന്നിവരും മറ്റു ഭാരവാഹികളും കുടുംബാംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു. ഈ മാസം 9-നാണ് ക്ഷേത്ര മഹോത്സവം. ഉത്സവ ദിവസം പ്രഭാത ശിവയിലേക്ക് കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിൽ മേളവും വൈകിട്ട് നടക്കുന്ന കാഴ്ച ശിവയിലേക്ക് 9 ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പും നടക്കും. പെരുവനം സതീശന്മാരാർ മേളത്തിന് പ്രാമാണികത്വം വഹിക്കും. തുടർന്ന് ദീപാരാധന, വർണ്ണമഴ, രാത്രി ഗാനസന്ധ്യ, തായമ്പക എന്നിവ നടക്കും. കണ്ടശങ്കടവ് മാമ്പുള്ളി ശ്രീ രുദ്രമാല ഭഗവതി വിഷ്ണുമായി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി KN പ്രകാശൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ ഗണപതി ഹവനത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് നവകലശ പൂജ, ഭുവനേശ്വരി പൂജ, നാഗപൂജ, നവകലശാഭിഷേകം, ഭഗവതി സേവ, ദീപാരാധന എന്നിവ നടന്നു. ഉച്ചയ്ക്ക് അന്നദാനവും ദീപാരാധനയ്ക്ക് ശേഷം വർണ്ണമഴയും നടന്നു. പൂജകൾക്ക് ശാന്തിമാരായ ഷിജ, ഹരി എന്നിവർ സഹശാന്തിമാരായി. ക്ഷേത്രം രക്ഷാധികാരി MS ഗിരിദാസ്, പ്രസിഡന്റ് MV മോഹനൻ, സെക്രട്ടറി MP അനിൽകുമാർ, ട്രഷറർ NC മദനകുമാർ, കമ്മിറ്റി മെമ്പർമാരായ MV ബാലകൃഷ്ണൻ, MS രവീന്ദ്രൻ, രഞ്ജിത്ത്, വാസുദേവൻ, MV ജയപ്രകാശ്, MK ഭാസ്കരൻ, MV രജിത്, MV ബിജിത്ത്, MS സുധീർ കുമാർ, MR രാജീവ്, MV സജീവൻ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
സമൂഹം ഉയർത്തിപ്പിടിക്കേണ്ട ഉത്കൃഷ്ട മൂല്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കേരള നദ്വത്തുൽ മുജാഹിദീൻ ശ്രേഷ്ഠ സമൂഹവും ഉത്കൃഷ്ട മൂല്യങ്ങളും എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി വടനപ്പുള്ളിയിൽ ശനിയാഴ്ച ജില്ലാതല പ്രചരണ പരിപാടി നടത്തുമെന്ന് സംഘടനാ ഭാരവാഹികളായ KNM ജില്ലാ സെക്രട്ടറി EK ഇബ്രാഹിംകുട്ടി മൗലവി, ISM ജില്ലാ പ്രസിഡന്റ് സാലിഷ് വടനപ്പള്ളി, ISM കൈപ്പമംഗലം പ്രസിഡന്റ് AY ഹർഷാദ് എന്നിവ തൃപ്രയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4-ന് അറക്കൽ ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹസീബ് മദനി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സലാഫി, സുബൈർ പിടിയേക്കൽ എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തും. സെക്രട്ടറി EK ഇബ്രാഹിംകുട്ടി മൗലവി മുഖ്യപ്രസംഗം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPM നേതാവും വാടാനപ്പള്ളി 7ാം കല്ല് ബ്രാഞ്ച് അംഗവുമായിരുന്ന വടശ്ശേരി ബാലകൃഷ്ണൻ നിര്യാതനായി. 93 വയസ്സായിരുന്നു. ലീന, ജയകുമാർ എന്നിവർ മക്കളും ദിനേശ് ബാബു, സന്ധ്യ എന്നിവർ മരുമക്കളുമാണ്. പടിയം മൂത്തിയെടുത്ത ക്ഷേത്രത്തിന് സമീപം കളത്തിൽ രാമന്റെ ഭാര്യ വിലാസിനി നിര്യാതയായി. 92 വയസ്സായിരുന്നു. മുട്ടിച്ചൂർ ALP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയായിരുന്നു. പരേതയായ യമുന, രാജീവ്, സുരേഷ്, പ്രസാദ് എന്നിവർ മക്കളും അർജുനൻ, ലീന, അൻസി, ഷീന എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞാണിയിൽ സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ചരിത്ര പ്രൊജക്ട് അവതരണം. വാടാനപ്പള്ളിയിൽ ഞങ്ങളും കൃഷിയിലേക്ക് പഞ്ചായത്ത് തല വനിതാ കാർഷിക പദ്ധതിക്ക് തുടക്കമായി. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.